ഞാൻ നിക്കാഹ് സംബന്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൻ്റെ തുടർച്ചയാണ് ഇതും. നിക്കാഹിന് നടക്കുമ്പോൾ ഖത്തീബിൻ്റെ പ്രസംഗം നീണ്ടുപോകുമ്പോൾ അവിടെ അസ്വസ്ഥരാകുന്ന 3 വിഭാഗങ്ങളുണ്ട്. ഒന്ന്, ഈ നിക്കാഹിന് ഖത്തീബിനെ വിളിച്ചു കൊണ്ടുവന്ന പിതാവ് തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകളെയാണ് നിക്കാഹിന് വേണ്ടി വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ഭക്ഷണത്തിൻ്റെ ഒരു ഷെഡ്യൂളൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഖത്തീബിൻ്റെ പ്രസംഗം നീണ്ടുപോയാൽ അതിൻ്റെ സമയം തെറ്റുമോ, പിന്നീട് അവിടെ തിരക്ക് അനുഭവപ്പെടും, ആരെങ്കിലും ഭക്ഷണം ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഭക്ഷണം തികയാതെ വരുമോ എന്ന വേവലാതിയൊക്കെ പിതാവിൻ്റെ മനസ്സിലുണ്ടാകും. രണ്ടാമത്തെ വിഭാഗം, നിക്കാഹിന് ക്ഷണിക്കാൻ വരുമ്പോൾ ഇപ്പോൾ 10 മണിക്കാണ് മുഹൂർത്തത്തിനെത്തണം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ മുഹൂർത്തം നോക്കി വന്ന ആളുകൾ അവിടെയുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പല പരിപാടികളും അവരുടെ മനസ്സിലുണ്ടാകും. ഇപ്പോൾ എല്ലാവരും ധൃതിയുള്ളവരാണ്. മൂന്നാമത്തെ വിഭാഗം, അവിടെ നിക്കാഹ് നടക്കുമ്പോൾ വധുവിനെ ഡെക്കറേഷൻ ചെയ്ത 4 കാലുകൾക്കിടയിൽ നിർത്തിയ വധുവും വധുവിൻ്റെ തോഴിമാരുമാണ്. ഈ മൗലവിയുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പൂത്തിരിയുമൊക്കെ കത്തിച്ചാണ് വധുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. മൗലവിയുടെ പ്രസംഗം നീണ്ടാൽ അവർക്ക് പ്രയാസമാകും. കാരണം അവർക്കവിടെ മണിക്കൂറുകളോളം പല പരിപാടികളുമുള്ളതാണ്. അങ്ങനെ ഖത്തീബ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ സ്റ്റേജിലേക്ക് കയറും. പിന്നീട് ആ സ്റ്റേജിൻ്റെ നിയന്ത്രണം ക്യാമറാമാരുടെ കയ്യിലാണ്. അവിടെ ഖത്തീബ് അന്തും സലാത്തുമൊക്കെ തുടങ്ങി വളരെ ദീർഘമായ പ്രസംഗം നടത്തി ഇസ്ലാമിലെ അച്ചടക്കവും സ്ത്രീകളുടെ അച്ചടക്കവും ഇസ്ലാമിൻ്റെ വിവാഹത്തിൻ്റെ ലാളിത്യവും അങ്ങനെ എല്ലാം ദീർഘമായി പ്രസംഗിച്ച അവസാനം ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഖത്തീബ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി ഈ പ്രസംഗം കേട്ടവരൊക്കെ അത് പെട്ടെന്ന് മറന്നുപോകും. അത് ഈ സമുദായത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. എത്ര പ്രസംഗം കേട്ടാലും അപ്പോൾ തന്നെ അവർക്കത് മനസ്സിൽ നിന്ന് ഡിലീറ്റ് ആക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നടക്കുന്നത് നിക്കാഹിന് പങ്കെടുത്ത എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും വധുവിനോടും വരനോടും ചേർത്ത് നിർത്തി ഗ്രൂപ്പായും ഒറ്റയായും ഫോട്ടോ എടുക്കലാണ്. ഈ വീഡിയോ ചെയ്യാൻ ഏറ്റെടുത്ത ആളുകൾക്ക് ഫോട്ടോ അധികരിക്കുന്നതാണ് അവർക്ക് നേട്ടമാവുക. അതനുസരിച്ച് അവർ പല ആംഗിളുകളിൽ നിർത്തി ഫോട്ടോ എടുക്കും. വധുവിൻ്റെ ഫോട്ടോ തന്നെ ഒട്ടേറെ ഉണ്ടാകും. പിന്നീട് ചേർത്ത് നിർത്തിയവരുടെയും അവസാനം കാറ്ററിംഗുകാരെ പോലും വലിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിക്കാറുണ്ട്. ആ ഫോട്ടോ എൻട്രി കിട്ടുന്നതിന് വേണ്ടി പല അട്ടഹാസങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. അതോടുകൂടി സ്റ്റേജിൽ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടാവും. അതനുസരിച്ചുള്ള ആട്ടവും ഡാൻസും എല്ലാം അവിടെ നടക്കും. അങ്ങനെ ഈ പ്രക്രിയ മണിക്കൂറുകൾ നീണ്ടു നിന്ന് അവസാനം ഒരു കേക്ക് മുറിക്കലോടുകൂടിയാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇതാണ് ഇന്നത്തെ നിക്കാഹിൽ ഖത്തീബിൻ്റെ പ്രസംഗത്തിന് ശേഷം ആ സ്റ്റേജിൽ നടക്കുന്നത്. വാസ്തവത്തിൽ ഇതിനൊക്കെയും ഔപചാരികമായ ഉദ്ഘാടനം കൂടിയാണ് ഈ നിക്കാഹ് ഖുതുബ. നേരത്തെ നേർച്ചകൾക്ക് മുമ്പ് 4 ദിവസത്തെ മതപ്രസംഗം ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഈ നിക്കാഹ് ഖുതുബ. ഈ മുസ്ലിം മുജാഹിദുകൾ തന്നെ പല ഗ്രൂപ്പുകളൊക്കെ ആകുന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കുവാൻ അവർ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ആശയത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ ഇങ്ങനെ ഗ്രൂപ്പായി പിരിയുന്നവരെങ്കിലും ഞങ്ങളുടെ നിക്കാഹിൽ ഇത്തരം അനാശാസവും ആർഭാടവും ഉണ്ടാവുകയില്ല, ഞങ്ങൾ പ്രവാചകൻ പറഞ്ഞ അനുസരിച്ച് നിക്കാഹ് ചെയ്യൂ എന്നൊന്നും ആരും പറയുന്നില്ല. അതൊക്കെ പഴയ മുമ്പ് നിന്നിരുന്ന അന്ന് എൻ്റെ വിവാഹങ്ങളിൽ എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ ഗ്രൂപ്പ് മാറിയതിന് ശേഷം അവർ ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാർക്കെങ്കിലും ഒരു മാതൃക എന്ന നിലയിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇതാണെന്ന് അറിയാൻ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുവാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ അവർക്കും അതിന് സാധിക്കുകയില്ല. അവരുടെ വീട്ടിലും സ്ത്രീകളും യുവാക്കളും ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയാണ് ഇപ്പോൾ നിക്കാഹ് ഖുതുബയ്ക്ക് ശേഷം, നിക്കാഹ് പ്രസംഗത്തിന് ശേഷം ഈ സ്റ്റേജുകളിൽ നടന്നു വരുന്നത്. ഇനി വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കുന്നതാകട്ടെ, നേരത്തെ ഒരു മുൻപരിചയമില്ലാത്തവരെയും കണ്ടാലൊന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ആളുകളെ പോലും വിവാഹത്തിന് ക്ഷണിക്കാറുണ്ട്. കാരണം നേരത്തെ ഈ മണ്ഡപത്തിൽ നടന്ന
വിവാഹത്തിൽ പങ്കെടുത്തതിലേറെ ആളുകൾ എൻ്റെ വിവാഹത്തിന് പങ്കെടുക്കണം. നേരത്തെ ഈ മണ്ഡപത്തിൽ എന്തൊക്കെ വിഭവങ്ങളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, അതിലേറെ ഒരു വിഭവം അകത്തും പിന്നീട് പുറത്തും ഉണ്ടാകണം എന്ന് പലരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ആഗ്രഹങ്ങൾ എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ മണ്ഡപത്തിൻ്റെ ഭക്ഷണ സമയത്ത് തന്നെ ഒട്ടേറെ വിഭവങ്ങളാണ്. അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം കുറേ ഫ്രൂട്ട്സുകളും മറ്റ് മുട്ടായികളും വലുവകളും എല്ലാം അവിടെയും വിതരണം ചെയ്യുന്നുണ്ട്. ഇതൊന്നും സാധാരണ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പതിവുള്ളതല്ലെങ്കിലും ഇതെല്ലാം വരുന്ന ആളുകൾ അരീശ അടക്കം നേരത്തെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിറങ്ങിയവരാണെങ്കിലും അതിൻ്റെ മേനിയൊന്നും കാണിക്കാതെ ഇത്തരം ഫ്രൂട്ട്സുകളും അരീശകളും ആവകളും ചായകളും എല്ലാം കുടിക്കുന്നതിൽ ആളുകൾ ഒട്ടും അമാന്തിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരുക്കി വെച്ചവനെ നിക്കാഹിന് വരുന്നവർ ഒട്ടും നിരാശപ്പെടുത്തുന്നില്ല എന്ന് ചുരുക്കം.